ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററിലെ 7ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. 7ാമത്തെ വീഡിയോ ട്രയാങ്കിൾസ് ആൻഡ് സർക്കിൾസ് ആണ്. ഒരു സർക്കിളും ആ സർക്കിളിനകത്ത് വരയ്ക്കുന്ന ട്രയാങ്കിൾസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് ആദ്യത്തെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ആ സർക്കിളില് സെൻട്രൽ ആംഗിള് 60 വരുന്ന ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. What is the length of the chord AB? അതാണ് ക്വസ്റ്റ്യൻ. If radius of the circle is 7 cm, find AB. ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് ഇത് 60 ഡിഗ്രി ആണ്. അപ്പൊ നമുക്കറിയാം ഇത് റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ്. അപ്പൊ രണ്ട് സൈഡ് ഈക്വൽ ആകുമ്പോൾ ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഐസോസെലസ് ട്രയാങ്കിളിന്റെ ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ 180 60 കുറച്ചാൽ 120, 120യുടെ ഹാഫ് 60, ഇത് 60. അപ്പൊ ആ രണ്ട് ആംഗിൾസും 60 വീതം ആണെന്ന് അറിയാം. കാരണം ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 ആണ്. ഇത് മാത്രം 60 എന്ന് മാത്രമുണ്ട്. അപ്പോൾ 180 60 കുറച്ചാൽ 120. അപ്പൊ അത് ഈ രണ്ട് ആംഗിൾസിന്റെ സമ്മാണ്. അപ്പൊ ഈ ആംഗിൾ എന്ന് പറയുന്നത് ഓരോന്നും 60 വീതം വരും. കാരണം 120യുടെ ഹാഫ്, കാരണം OA റേഡിയസ് ആണ്, OB റേഡിയസ് ആണ്. അപ്പൊ രണ്ട് ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ്. അപ്പോൾ 3 സൈഡ് ആംഗിളും 60 ആയതുകൊണ്ട് OAB ഈസ് ആൻ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇതൊരു സമഭുജ ത്രികോണാണ്. സമഭുജ ത്രികോണാകുമ്പോൾ 3 സൈഡ് ഈക്വൽ ആണ്. അപ്പൊ റേഡിയസ് 7 ആണെന്നറിയാം. അപ്പൊ AB എത്ര തന്നെയാണ്? 7 സെന്റിമീറ്റർ ആയിരിക്കും. അതായത് 60 ഡിഗ്രി സെന്ററില് ആംഗിൾ ഉണ്ടാക്കുന്ന കോഡ്, ആ കോഡിന്റെ ലെങ്ത് എപ്പോഴും റേഡിയസിന് ഈക്വൽ ആയിരിക്കും. കാരണം അതൊരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ക്ലിയർ ആണല്ലോ? വേറൊരു എക്സാമ്പിൾ നോക്കാം. If angle AOB 120 ഡിഗ്രി, AOB എന്ന് പറയുന്നത് 120 ഡിഗ്രി ആണ്. ഫൈൻഡ് AB. അതായത് ഒരു കോഡ് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 120 ഡിഗ്രി. അങ്ങനെയാണ് ലെങ്ത് ഓഫ് ദി കോഡ് AB ആണ് കണ്ടുപിടിക്കേണ്ട. റേഡിയസ് നമുക്കറിയാം. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ നിന്ന് Oയിൽ നിന്ന് ABയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്തു. ആ റൈറ്റ് ട്രയാങ്കിളില് ഇത് 120 ആകുമ്പോൾ 120യുടെ ഹാഫ് 60 ആയിരിക്കും ആംഗിള്. അപ്പോ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് AC. ഹൈപ്പോട്ന്യൂസ് 7. അപ്പൊ AC കിട്ടിക്കഴിഞ്ഞാൽ AB കാണാലോ. അപ്പൊ AC എന്ന് പറയുന്നത് എന്താണ്? ഇത് 60 ഡിഗ്രി ആകുമ്പോൾ 60യുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ്. 30യുടെ ഓപ്പോസിറ്റ് ഉള്ള X ആയാൽ 60യുടെ ഓപ്പോസിറ്റ് √3x, 90യുടെ ഓപ്പോസിറ്റ് 2x. അപ്പൊ 2x എന്ന് പറയുന്നതാണ് 7. അപ്പൊ 7 ഹൈപ്പോട്ന്യൂസിന്റെ ഹാഫിന്റെ √3 ടൈംസ് ആയിരിക്കും എപ്പോഴും AC. അപ്പൊ AC എന്ന് പറയുന്നത് 7/2 √3. അതായത് ഹൈപ്പോട്ന്യൂസ് 30, 60, 90 ആംഗിൾസ് ഉള്ള റൈറ്റ് ട്രയാങ്കിൾ ആണ്. 30യുടെ ഓപ്പോസിറ്റ് X ആയാൽ 60യുടെ ഓപ്പോസിറ്റ് √3x, ഇതിന് 2x. അപ്പൊ 2xന്റെ സ്ഥാനത്ത് 7. അപ്പൊ 7ന്റെ ഹാഫ് 7/2 √3 എന്ന് പറയുന്നതാണ് AC. അപ്പൊ AC 7/2 √3 ആണ്. AB എത്ര വരും? അതിന്റെ ട്വൈസ്, അതായത് 7 √3. അതായത് AB എന്ന് പറയുന്നത് √3 ടൈംസ് റേഡിയസ് ആയിട്ട് വരും. ഓക്കെ, അടുത്ത ഒരു എക്സാമ്പിൾ. ഈ ആംഗിൾ 100 ആണെന്ന് വിചാരിക്കുക. ഒരു കോഡ് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിള് 100 ഡിഗ്രി ആണെങ്കിൽ വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് AB? അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്ത് നോക്കാം. മൾട്ടിറ്റ്യൂഡ് വരയ്ക്കുക. പെർപെൻഡിക്കുലർ വരച്ച് കഴിയുമ്പോൾ 100ന്റെ ഹാഫ് ആണിത്. അപ്പൊ ഈ ആംഗിൾ 100ന്റെ ഹാഫ് ആണ്. ഹൈപ്പോട്ന്യൂസ് ആണ് അറിയാവുന്നത്. AC കണ്ടുപിടിക്കാം. അപ്പൊ AC എന്ന് പറഞ്ഞാൽ 7 sin 50 അല്ലെ? കാരണം sin 50 = AC/7. അപ്പോ AC എന്ന് പറയുന്നത് 7 sin 50. അതായത് ഈ ലെങ്ത്, അതായത് ഹാഫ് ലെങ്ത് ഓഫ് ദി കോഡ് എന്ന് പറഞ്ഞാൽ AC എന്ന ലെങ്ത് റേഡിയസ് ഇൻറ്റു സൈൻ 50. 50 എന്ന് പറഞ്ഞാൽ 100ന്റെ ഹാഫ്. അപ്പോ AB എന്ന് പറയുന്നത് 2 × 7 × sin 50. അതായത് 14 ഇൻറ്റു സൈൻ 50യുടെ വാല്യൂ 0.766 എന്ന് നമുക്കറിയാം. അപ്പൊ 10.724. ഓക്കെ, അപ്പൊ ഈ ആംഗിൾ X ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഒരു AB എന്ന കോഡ് X ഡിഗ്രി ആംഗിൾ സെന്ററിൽ ഉണ്ടാക്കുന്നുവെങ്കിൽ വാട്ട് വിൽ ബി ദി ലെങ്ത് ഓഫ് AB? അപ്പൊ നോക്കി, ഇത് X ആണെങ്കിൽ Xന്റെ ഹാഫ് ആയിരിക്കും ഈ ആംഗിള്. അപ്പൊ ഇത് X/2 ആണ്. അപ്പൊ X/2ന്റെ ഓപ്പോസിറ്റ് ഈ ലെങ്ത് എന്ന് പറയുന്നത് AC എന്ന് പറയുന്നത് റേഡിയസ് ഇൻറ്റു സൈൻ ഓഫ് ദി ആംഗിൾ ആണ്. അല്ലെങ്കിൽ സൈൻ X/2 = AC/R. അപ്പൊ ആ AC = നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ എടുക്കാം. ഹൈപ്പോട്ന്യൂസിന്റെ സൈൻ ഓഫ് ദി ഓപ്പോസിറ്റ് ആംഗിൾ. അപ്പോൾ ഹൈപ്പോട്ന്യൂസ് R ആണ്. R × sin X/2 എന്ന് പറയുന്നതാണ് AC. അപ്പോ R × sin X/2 AC ആണെങ്കിൽ AB എന്ന് പറയുന്നത് 2R sin X/2. അതായത് ഇതിന്റെ ട്വൈസ് വരും. അതായത് ഇവിടെ എല്ലാം നമ്മൾ കണ്ട ഒരു കാര്യം, ഇവിടെ കണ്ട 100 ഡിഗ്രി ആയിരുന്നു.
അതിന്റെ ഹാഫ് 50. അപ്പോൾ 100ന്റെ ഹാഫിന്റെ സൈൻ വാല്യൂയെ 2r കൊണ്ട് കണ്ടോ 2 × sin 14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 2 × 7 × sin 50. ഇവിടെ അപ്പോൾ 2 × r എന്ന് പറഞ്ഞാൽ റേഡിയസ്. അപ്പൊ 2r sin x/2. അപ്പോൾ റേഡിയസും ഒരു കോഡ് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എക്സും റേഡിയസ് ഓഫ് ദി സർക്കിൾ ആറും ആണെങ്കിൽ ലെങ്ത് ഓഫ് ദി കോഡ് എന്ന് പറയുന്നത് 2r, അതായത് ഡയമീറ്റർ ഇൻറ്റു സൈൻ ഓഫ് ഹാഫ് ഓഫ് ദി ആംഗിൾ, സൈൻ ഓഫ് ഹാഫ് എക്സ് എന്ന് പറയാം. അപ്പൊ എ ബി അതായത് ലെങ്ത് ഓഫ് ദി കോഡ് ഈസ് ഈക്വൽ ടു 2r sin x/2. അപ്പോ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എക്സ് ആണെങ്കിൽ ലെങ്ത് ഓഫ് ദി കോഡ് എന്ന് പറയുന്നത് ഡയമീറ്റർ ഇൻറ്റു സൈൻ ഓഫ് ഹാഫ് ദി ആംഗിൾ ആയിരിക്കും. അപ്പൊ 2r sin x/2 ആ ഫോർമുല ആയിട്ട് നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. അപ്പൊ ഏത് കോഡും സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളും റേഡിയസും അറിയാമെങ്കിൽ വി ക്യാൻ ഡയറക്ട്ലി ഫൈൻഡ് ഔട്ട് ദി ലെങ്ത് ഓഫ് ദി കോഡ്. അപ്പൊ നമുക്ക് നോക്കാം, ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. നോക്കിക്കോളൂ, ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ദി കോഡ്സ്. ഇപ്പോൾ നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് 110 ഡിഗ്രി ആണ്, റേഡിയസ് ഓഫ് ദി സർക്കിൾ 10 ആണ്. വി ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് എ ബി. അപ്പൊ നോക്കുക, അപ്പൊ നമ്മുടെ ഫോർമുല എക്സിന്റെ സ്ഥാനത്ത് 110, അപ്പൊ x/2 100/10/2 അതായത് 55 ആണ്. x/2 എന്ന് പറഞ്ഞാൽ 55. അപ്പൊ എ ബി എന്ന് പറയുന്നത് 2r sin x/2 എന്നാണ് ഫോർമുല. അപ്പൊ 2r sin x/2 എന്ന് പറയുമ്പോൾ 2 × r ന്റെ സ്ഥാനത്ത് 10, ഇപ്പൊ 2 × 10 × sin x/2 എന്ന് പറഞ്ഞാൽ sin 55 x/2, അതായത് കോഡ് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് എക്സ്, അതിന്റെ ഹാഫിന്റെ സൈൻ വിലയെ ഡയമീറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്. അപ്പൊ 2r sin x/2, r എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പൊ 2 × 10 × sin 110ന്റെ ഹാഫ് sin 55. അപ്പൊ sin 55 എന്ന് പറഞ്ഞാൽ 0.8192. അപ്പൊ 2 × 10 × 0.8192. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് നോക്കിയാൽ 20 × 0.8192 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 16.384 സെന്റിമീറ്റർ ആണ് എ ബിയുടെ ലെങ്ത്. അപ്പോൾ ഒരു കോഡ് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ അറിയാമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ലെങ്ത് ഓഫ് ദി കോഡ് കണ്ടുപിടിക്കാം. വേറെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇതാ ഒരു സർക്കിള്, അതിൽ പി ക്യു എന്ന കോഡ് സബ്സ്റ്റൻഡ് ആൻഡ് ആംഗിൾ 80 ഡിഗ്രി അറ്റ് ദി സെന്റർ. ആൻഡ് റേഡിയസ് ഓഫ് സർക്കിൾ ഈസ് 5. വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് പി ക്യു? ഇവിടെ പി ക്യു എന്ന കോഡിന്റെ ലെങ്ത് ആണ് എന്ത് ചെയ്താൽ മതി, 2r sin 80/2. അപ്പൊ x/2 എന്ന് പറയുന്നത് 40 ആണ്, 80യുടെ ഹാഫ്. അപ്പൊ പി ക്യു എന്ന് പറയുന്നത് 2r sin x/2. അപ്പൊ 2 × r എന്ന് പറയുന്നത് 5, sin x/2 എന്ന് പറയുന്നത് sin 40. അപ്പൊ 2 × 5 10 × sin 40. sin 40 എന്ന് പറഞ്ഞാൽ എത്രയാ അറിയാം നമുക്ക്. അപ്പൊ 10 × 0.6428 അത് മൾട്ടിപ്ലൈ ചെയ്യാൻ വി ഗെറ്റ് 6.428 സെന്റിമീറ്റർ ആണ് പി ക്യുവിന്റെ ലെങ്ത്. അപ്പൊ പി ക്യു എന്ന് പറയുന്നത് 2r sin x/2 ഡയറക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാം. വേറെ ഒരു എക്സാമ്പിൾ ഇതാ, വേറെ ഒരു സർക്കിൾ, അതിൽ 10 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള കോഡ് സെന്ററിൽ 100 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കിയിരിക്കുന്നു. വാട്ട് ഈസ് ദി റേഡിയസ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇത് തന്നെ ഫോർമുല ആയിട്ട് എടുക്കാൻ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? സെൻട്രൽ ആംഗിൾ എക്സ് 100 ആണ്. അപ്പൊ x/2 എന്ന് പറയുന്നത് 50, r ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ 2r sin 50 എന്ന് പറയുന്നതാണ് 10. അതായത് സെന്ററിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിളിന്റെ ഹാഫിന്റെ സൈൻ വിലയെ ഡയമീറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ലെങ്ത് ഓഫ് ദി കോഡ്. ആൻഡ് ഹിയർ ദി ലെങ്ത് ഓഫ് ദി കോഡ് ഈസ് 10. അപ്പൊ 2r sin 50 = 10 കിട്ടും. അതിൽ നിന്ന് r ആണ് കണ്ടുപിടിക്കേണ്ടത്. r sin 50 എന്ന് പറയുന്നത് 10/2 5 എന്ന് എഴുതാം. 2 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ r sin 50 = 5. അപ്പൊ r ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ള sin 50 അപ്പുറം ചെല്ലുമ്പോൾ ഡിവൈഡ് ചെയ്യാതാവും. അപ്പൊ 5/sin 50. sin 50യുടെ വാല്യൂ ടേബിളിൽ നിന്ന് നമുക്ക് കിട്ടും 0.766. 3 ഡെസിമൽ പ്ലേസ് ആണ്. അപ്പൊ മുകളിൽ താഴെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പൊ 5000/766 ആണ് എന്താ റേഡിയസ്. അത് ഡിവൈഡ് ചെയ്യുക. 6.53 സെന്റിമീറ്റർ ആണ് ഈ സർക്കിളിന്റെ റേഡിയസ്. അതായത് ഇവിടെ റേഡിയസ് കണ്ടുപിടിച്ചു, കോഡ് ലെങ്ത് ഓഫ് ദി കോഡ് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ റേഡിയസ് വന്നു, ലെങ്ത് ഓഫ് ദി കോഡ് കണ്ടുപിടിച്ചു. അപ്പൊ രണ്ടിനും ഒരേ ഫോർമുല. 2r sin of the half of central angle gives the length of the chord. അപ്പൊ 2r sin 50 എന്ന് പറയുന്നതാണ് 10. അതിൽ നിന്ന് r is equal to 6.53 സെന്റിമീറ്റർ. ക്ലിയർ ആയ പറഞ്ഞത്? ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദി സർക്കം റേഡിയസ് ഓഫ് ദി സർക്കിൾ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് സൈഡ് 3 സെന്റിമീറ്റർ. ഇവിടെ സർക്കം റേഡിയസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. അതിന്റെ വൺ സൈഡ് 3 സെന്റിമീറ്റർ ആണ്.
അങ്ങനെയാണെങ്കിൽ ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സർക്കം സർക്കിളായ ഈ സർക്കിളിന്റെ റേഡിയസ് എത്ര? അപ്പൊ നോക്കാം നമുക്ക്. ഇത് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആകുമ്പോൾ ഓരോ ആംഗിൾ എത്രയാ? 60 ഡിഗ്രിയാണ്. ഓരോ ആംഗിൾ 60 ഡിഗ്രി. അപ്പൊ ഇത് 60 ഡിഗ്രിയാണ്. അപ്പൊ ഇതിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. അപ്പൊ x/2 എന്ന് പറയുന്നതാണ് ഈ ആംഗിള് അല്ലെ. എക്സ് ആണ് 120. അപ്പൊ x/2 അതായത് ആ ട്രയാങ്കിളിന്റെ ആംഗിൾ എന്ന് പറയുന്നത് x/2 തന്നെയാണ്. അപ്പൊ x/2 = 60 എന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ ഹാഫ് x = 60 എന്നറിയാം. അപ്പൊ ഓപ്പോസിറ്റ് സൈഡാണിത്. അപ്പൊ 2r sin x/2 എന്ന് പറയുന്നതാണ് 3 എന്ന് പറയുന്നത്. അപ്പൊ 2r sin 60 എന്ന് പറയുന്നത് 3. അപ്പോ ഈ ആംഗിള് ഇതിന്റെ ഹാഫ് തന്നെയാണ്. കാരണം സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആണ് ആംഗിൾ ഇൻ ആൻ ആർക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ട്വൈസ് ആണിത്. അപ്പോ ഈ ആംഗിള് x/2 ആണ് തന്നിരിക്കുന്നത്. സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് നമ്മൾ x എന്ന് എടുക്കുന്നത്. അപ്പൊ x/2 ആണ് 60. അപ്പൊ 2r sin 60 എന്ന് പറഞ്ഞാണ് 3. അപ്പൊ 2r sin 60 എന്നതിന്റെ വാല്യൂ നമുക്കറിയാം. √3/2 sin 60 നമുക്ക് അറിയാവുന്ന വാല്യൂ ആണ്. √3/2. അപ്പൊ 2ഉം 2ഉം ക്യാൻസൽ ആയി. അപ്പൊ r √3 = 3 എന്ന് വരും. അപ്പോ r = 3/√3. 3/√3 എന്ന് പറഞ്ഞാൽ √3 × √3. അപ്പൊ ഒരു √3 ക്യാൻസൽ ആയി പോകും. √3 × √3 3. അല്ലെങ്കിൽ മുകളിലും താഴെ √3 കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാലും മതി. 3√3/√3 × √3. അപ്പോ 3√3/3 അതായത് √3 സെന്റിമീറ്റർ ആണ് എന്ന് പറയുന്ന റേഡിയസ് ഓഫ് ദി സർക്കിൾ. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോ ഒറ്റ ഫോർമുലയാണ് നമ്മൾ ഇതിനകത്ത് പഠിച്ചത്. 2r sin x/2 എന്ന് പറയുന്നതാണ് കോഡിന്റെ ലെങ്ത്, r റേഡിയസ്. അപ്പൊ റേഡിയസ് എന്നാൽ കോഡിന്റെ ലെങ്ത് കാണാം, കോഡിന്റെ ലെങ്ത് എന്നാൽ റേഡിയസ് കാണാം. ഇത്രയും പ്രോബ്ലംസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.